ലീഗിന്റെ തീരുമാനത്തിൽ വിളവുണ്ടാകുന്ന വാർത്ത കൂടി വരികയാണ്. PR സുനിൽ വിവരങ്ങളുമായി ചേരുകയാണ്. സുനിൽ, ഹൈക്കമാൻഡ് തീരുമാനത്തെ എതിർക്കില്ല എന്ന് ലീഗ് വ്യക്തമാക്കുകയാണ്. ലീഗിന്റെ നിലപാട് ഹൈക്കമാൻഡിനെ അറിയിച്ചിട്ടുണ്ട്. എന്തു തീരുമാനം വന്നാലും അതിൽ ഉറച്ചു നിൽക്കും, UDF ഉറച്ചു നിൽക്കും, ആ തീരുമാനത്തെ അംഗീകരിക്കുമെന്ന് ലീഗും വ്യക്തമാക്കുന്നു. മാധു, വളരെ പ്രധാനപ്പെട്ട നിലപാട് തന്നെയാണ് ലീഗ് സ്വീകരിക്കുന്നത്. ഹൈക്കമാൻഡിന് എന്ത് തീരുമാനമെടുക്കാനുമുള്ള സ്വാതന്ത്ര്യമുണ്ട്. അങ്ങനെ ഒരു തീരുമാനമെടുക്കുമ്പോൾ ലീഗിന്റെ നിലപാട് എന്താണ് എന്നത് നേരത്തെ തന്നെ അറിയിച്ചിട്ടുണ്ട്. അതിനപ്പുറത്ത് കോൺഗ്രസ് ഹൈക്കമാൻഡ് ഒരു പേരിലേക്ക് എത്തിയ ഒരു തീരുമാനം പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ അതിന് ലീഗ് പൂർണ്ണ പിന്തുണ നൽകും എന്നാണ് ഇപ്പോൾ ലീഗ് വൃത്തങ്ങൾ വ്യക്തമാക്കുന്നത്. അതിനെതിരെ എന്തെങ്കിലും ഒരു പ്രതിഷേധ നീക്കത്തിലേക്ക് ലീഗ് പോകാനുള്ള സാധ്യതയില്ല എന്നുകൂടി നേതാക്കൾ വ്യക്തമാക്കുകയാണ്. ഏതായാലും ഏത് പേരിലേക്ക് എത്തണം എന്ന കാര്യം കോൺഗ്രസിന്റെ തീരുമാനമാണ്. അത് കോൺഗ്രസ് ഹൈക്കമാൻഡിന്റെ തീരുമാനമാണ്. അത് കോൺഗ്രസ് ഹൈക്കമാൻഡ് എടുക്കട്ടെ എന്നതാണ് ലീഗ് വ്യക്തമാക്കുന്നത്. ഏത് പേരിലേക്ക് എത്തിയാലും UDF ലീഗ് ഉറച്ചു നിൽക്കും എന്ന് ലീഗ് വ്യക്തമാക്കുകയാണ്. സുനിൽ, ഇപ്പോൾ സംസ്ഥാനത്ത് 3 ഇടങ്ങളിൽ ഇതിനകം പ്രതിഷേധമുണ്ടായി കഴിഞ്ഞു. കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടതാണ്, വ്യാപകമായ പ്രതിഷേധങ്ങളുണ്ടായി. തിരുവനന്തപുരത്തെ പ്രതിഷേധവുമായി ബന്ധപ്പെട്ട് KPCC നടപടികൾ എടുക്കുകയാണ്. പക്ഷേ KCM ഒറ്റപ്പേരിലേക്ക് തീരുമാനങ്ങൾ എത്തുകയാണോ എന്നറിയുമ്പോൾ ഇടുക്കിയിലടക്കം പ്രതിഷേധമുണ്ടാകുന്നു. നേരത്തെ കോഴിക്കോട് പ്രതിഷേധം കാണുകയാണ്. പ്രഖ്യാപനം വന്നാലും ഈ കാഴ്ചകൾ തുടരുമോ? മാധു, പ്രതിഷേധങ്ങൾ ഉണ്ടാകാം. അതേസമയം പ്രധാനമായും ഇപ്പോൾ ഹൈക്കമാൻഡ് ശ്രമിക്കുന്നത് അത്തരം സാഹചര്യങ്ങൾ ഒഴിവാക്കാൻ വേണ്ടിയാണ്, അത്തരം പ്രതിഷേധങ്ങൾ ഒഴിവാക്കാൻ വേണ്ടിയാണ്. ഏതായാലും അതിനായുള്ള സമവായ നീക്കങ്ങളും ഹൈക്കമാൻഡ് നടത്തുന്നുണ്ട്. ഏതായാലും KC വേണുഗോപാലിന്റെ പേരാണ് തീരുമാനിക്കുന്നത് എങ്കിൽ മറ്റ് 2 നേതാക്കളെയും അനുനയിപ്പിച്ച് കൂടെ നിർത്താനുള്ള, അവരുമായി ഒരു പൊട്ടിത്തെറിയിലേക്ക് കാര്യങ്ങൾ പോകാതിരിക്കാനുള്ള നീക്കങ്ങൾ ഹൈക്കമാൻഡ് നടത്തും എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഏതായാലും ഇത്തരം പ്രതിഷേധ കാഴ്ചകൾ ഒരുപക്ഷെ തുടരാനുള്ള സാധ്യതയുണ്ട്. നേരത്തെ രാജസ്ഥാനിലൊക്കെ തന്നെ നമ്മൾ മുൻപ് ചർച്ച ചെയ്തതുപോലെ ദിവസങ്ങൾ നീണ്ട പ്രതിഷേധ കാഴ്ചകളായിരുന്നു. 9-10 ദിവസമായിരുന്നു രാജസ്ഥാനിൽ സച്ചിൻ പൈലറ്റിന് വേണ്ടി ദേശീയപാത ഉപരോധിച്ചുള്ള സമരങ്ങൾ തുടർന്നത്. പക്ഷേ അതിന് ഹൈക്കമാൻഡ് വഴങ്ങിയില്ല. അന്ന് അശോക് ഗെഹ്ലോട്ടിന്റെ പേരിനാണ് 2018 രാജസ്ഥാനിൽ ഹൈക്കമാൻഡ് അംഗീകാരം നൽകിയത്. പിന്നീട് അശോക് ഗെഹ്ലോട്ട് 5 വർഷം രാജസ്ഥാൻ ഭരിക്കുകയും ചെയ്തു. ഏതായാലും ഇത്തരം സമ്മർദ്ദങ്ങൾക്ക് വഴങ്ങിയാൽ, ഇത്തരം പ്രതിഷേധങ്ങൾക്ക് വഴങ്ങിയാൽ അത് ഒരു തെറ്റായ കീഴ്വഴക്കമാണ് എന്നതാണ് ആകുമെന്നതാണ് ഹൈക്കമാൻഡിന്റെ വിലയിരുത്തൽ. അതുകൊണ്ട് ഈ സമ്മർദ്ദങ്ങളെല്ലാം ഹൈക്കമാൻഡിൻ്റെതായിട്ടുള്ള കോൺഗ്രസ് നേതൃത്വത്തിൻ്റെതായുള്ള കീഴ്വഴക്കങ്ങളുണ്ട്, നടപടിക്രമങ്ങളുണ്ട്. ആ നടപടിക്രമങ്ങൾ അനുസരിച്ചാണ് ഇതുവരെയും തീരുമാനമെടുത്തിട്ടുള്ളത്. ഇനിയും അങ്ങനെ തന്നെ തീരുമാനം എടുക്കുകയുള്ളൂ എന്നതാണ് നേതാക്കൾ നൽകുന്ന വ്യക്തമായ സൂചന. PR സുനിലാണ് വിവരങ്ങൾ നൽകിക്കൊടുക്കുന്നത്. റോഷിപാലും നോബൽ മാരിക്കാരനും നമ്മളോടൊപ്പം തത്സമയം ദില്ലിയിൽ നിന്നും കൂടി തുടരുകയാണ്. റോഷിപാൽ, ഏറ്റവും സുപ്രധാനമായ തീരുമാനം അല്പസമയത്തിനകം തന്നെ ഉണ്ടാകും എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. അധികം നീളില്ല എന്നത് കൂടിയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. മറ്റു നേതാക്കളെ കൺവിൻസ് ചെയ്യാൻ ഹൈക്കമാൻഡിന് കഴിഞ്ഞിരിക്കുന്നുവോ? മാധു, നിർണായകമായ മണിക്കൂറുകളാണ്. 4 മണി കഴിയുമ്പോൾ തുടങ്ങിയ യോഗമാണ്. ഏതാണ്ട് 2 മണിക്കൂർ പിന്നിട്ട് കഴിഞ്ഞു. ആദ്യഘട്ടത്തിൽ ഒരുമിച്ചുള്ള യോഗമാണ്. ഒരുമിച്ച് നേതാക്കളെ നിർത്തിക്കൊണ്ട് അവിടെ ഹൈക്കമാൻഡിന്റെ നിലപാട് അറിയിക്കുകയാണ്. നിയമസഭാ കക്ഷിയിൽ ഭൂരിപക്ഷം KC വേണുഗോപാലിന് ലഭിച്ച കാര്യമടക്കം വിശദീകരിച്ച ഹൈക്കമാൻഡിന്റെ നിലപാട് അവിടെ അറിയിക്കുന്നു. അതിനുശേഷമാണ് ഈ 3 നേതാക്കളെ തനിച്ച് കണ്ട് അവരുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എടുക്കുന്നത്. ആ ഒരു യോഗമാണ് പുരോഗമിക്കുന്നത്. ഇനി ഏറെ വൈകില്ല തീരുമാനം പ്രഖ്യാപിക്കാൻ. പക്ഷേ അതിൽ VD സതീശന്റെ കടുത്ത നിലപാടുണ്ട്. ആ കടുത്ത നിലപാട് കോൺഗ്രസ് ഹൈക്കമാൻഡിനെ സംബന്ധിച്ചിടത്തോളം അത് കീറാമുട്ടിയായി മാറുമോ എന്നത് പ്രധാനമാണ്. തെരുവിലേക്ക് VD സതീശനെ അനുകൂലിക്കുന്നവർ ഇറങ്ങിക്കഴിഞ്ഞു. അത് തലവേദനയാണ്. എന്നാൽ പോലും തീരുമാനം ഹൈക്കമാൻഡ് മാറ്റാൻ ഒരു തരത്തിലും തയ്യാറാകില്ല. കാരണം നേരത്തെ തന്നെ തെരുവിൽ ഹൈക്കമാൻഡ് തീരുമാനം വരുന്നതിന് മുമ്പ് തന്നെ VD സതീശൻ അനുകൂലികൾ നടത്തിയ പ്രകടനങ്ങൾ അതൊക്കെ VD സതീശന് എതിരായി മാറിയിട്ടുണ്ട്. കാരണം അതൊക്കെ റിപ്പോർട്ടുകളായി വളരെ കൃത്യമായി ഹൈക്കമാൻഡിന് മുന്നിലേക്ക് എത്തിക്കഴിഞ്ഞു. അത് തലസ്ഥാനത്ത് മാത്രമല്ല മറ്റ് ജില്ലകളിലൊക്കെ നടത്തിയ പ്രകടനങ്ങൾ, വാട്സപ്പ് വഴി ചില സന്ദേശങ്ങൾ അത് ഹൈക്കമാൻഡ് സോണിയാഗാന്ധിക്കും രാഹുൽ ഗാന്ധിക്കും ഒക്കെ അയക്കാൻ വേണ്ടി ഒരു മാസ് ക്യാമ്പയിൻ നടത്തി. അവർക്ക് സന്ദേശങ്ങൾ തന്നെ അതിൻ്റെ ടെംപ്ലേറ്റ്സ് അയച്ചു കൊടുത്തു അത് അയക്കാൻ വേണ്ടി. അതിൻ്റെയൊക്കെ സ്ക്രീൻഷോട്ടുകൾ, വീഡിയോ റെക്കോർഡുകൾ, അങ്ങനെ VD സതീശനെതിരെ പല രേഖകളും കൃത്യമായി KC വേണുഗോപാലിനെ അനുകൂലിക്കുന്നവരടക്കം ഇവിടെ ഹൈക്കമാൻഡ് മുന്നിലേക്ക് എത്തിച്ചു എന്നത് പ്രധാനമാണ്. ഏറ്റവും ഒടുവിൽ ഇന്നലെ തലസ്ഥാനത്ത് നടന്ന പ്രകടനം KPCCയുടെ സർക്കുലറിന്റെ ലംഘനമായി. അത് VD സതീശന്റെ വിശ്വസ്തരടക്കം ആ പ്രകടനത്തിന് നേതൃത്വം വഹിച്ചു. അതൊക്കെ കൃത്യമായി ഇവിടെ KPCC അധ്യക്ഷൻ റിപ്പോർട്ടായി എത്തിച്ചു. ഇതൊക്കെ കൃത്യമായി ഇത് VD സതീശന് എതിരായി ഭവിച്ചു എന്ന വിവരങ്ങൾ കൂടി ലഭിക്കുന്നുണ്ട്. ഏതായാലും ഹൈക്കമാൻഡ് നിയമസഭാ കക്ഷിയിൽ ആർക്ക് ഭൂരിപക്ഷം അവരെ പിന്തുണയ്ക്കും, അവരെ നിയമസഭാ കക്ഷി നേതാവായി നിയമിക്കും. അതാണ് ഹൈക്കമാൻഡിന്റെ നിലപാട്. അത് കൃത്യമായി പറയുന്നു. ഇനി ഉയർത്തുന്ന വെല്ലുവിളികളാണ്. VD സതീശൻ പറവൂർ രാജിവെക്കുമെന്ന് വെല്ലുവിളിക്കുമ്പോൾ അതിന്റെ മുന്നിൽ എന്തായാലും ഹൈക്കമാൻഡ് വഴങ്ങാൻ ഒരു സാധ്യതയുമില്ല. കാരണം അത് കേരളത്തിലെ കോൺഗ്രസിന്റെ മാത്രമല്ല
രാജ്യത്തെ കോൺഗ്രസിന്റെ ചരിത്രം അങ്ങനെയാണ്. കേരളത്തിലെ കോൺഗ്രസിന്റെ ചരിത്രം നമ്മൾ പലപ്പോഴായി പറഞ്ഞതാണ്. കെ കരുണാകരന് മുന്നിൽ പോലും മുട്ടുമടക്കിയിട്ടില്ല. കെ കരുണാകരൻ കേരളത്തിന്റെ തെരുവോരങ്ങളിൽ അണിനിരത്തിയത്ര ജനതയൊന്നും മറ്റൊരാൾക്കും അണിനിരത്താൻ കഴിയില്ല ഇനി കേരളത്തിൽ എന്നതാണ് യാഥാർത്ഥ്യം. 2003 മുതൽ 2005 വരെയുള്ള കാലഘട്ടത്തിൽ. എന്നിട്ട് അവസാനം തിരിച്ച് ഒരെണ്ണ മെമ്പർഷിപ്പിന് വേണ്ടി കെ കരുണാകരൻ കേണപേക്ഷിക്കുന്ന കാഴ്ച നമ്മളൊക്കെ കണ്ടതാണ്. അങ്ങനെയുള്ള ഒരു കാഴ്ചയും അങ്ങനെയുള്ള ഒരു ചരിത്രവും ഈ നേതാക്കളുടെ മുന്നിലുണ്ട്. അതുകൊണ്ട് ഒരുപക്ഷെ അതൊരു സമ്മർദ്ദ തന്ത്രത്തിനപ്പുറത്തേക്ക് അങ്ങനെയുള്ള ഒരു തീരുമാനത്തിലേക്ക് വി ഡി സതീശനോ രമേശ് ചെന്നിത്തലയോ പോയേക്കില്ല എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഹൈക്കമാൻഡ് എടുക്കുന്ന തീരുമാനമാണ്. അതുവരെ തർക്കങ്ങൾ നടക്കും, അതുവരെ അവകാശവാദങ്ങൾ ഉയർത്തും, അതുവരെ വാശിയേറിയ രീതിയിലുള്ള സമ്മർദ്ദങ്ങളും പ്രകടനങ്ങളും ഒക്കെ നടക്കും. എന്നാൽ ഹൈക്കമാൻഡ് ഒരു തീരുമാനമെടുത്താൽ അത് അംഗീകരിച്ച് മുന്നോട്ട് പോകും. അതാണ് കോൺഗ്രസിലെ നേതാക്കളുടെ പൊതുരീതി. ഏതായാലും ഇപ്പോൾ എടുക്കുന്ന തീരുമാനം എന്തായിരിക്കും നിർണായകമാണ്. ഇപ്പോൾ